തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് നേരെ പോകുന്നത് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ പ്രത്യേക ഹെലിപ്പാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് തൃപ്രയാർ രാമക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ അദ്ദേഹത്തിന് വിശേഷാൽ പൂജകളും വഴിപാടുകളുമൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തി. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷമാണ് അദ്ദേഹം വീണ്ടും മടങ്ങിയിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് അദ്ദേഹം പോവുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉണ്ടാകും. അങ്ങനെ രാമ ജന്മഭൂമിയിൽ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 22-ന് പ്രധാനമന്ത്രി നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങളിലേക്ക് ദർശനവുമായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് അദ്ദേഹം ഈ പ്രധാനപ്പെട്ട ഇതിലേക്ക് വരികയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആശീർവദിച്ച ഒരു ദമ്പതിമാർ നമുക്കൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞു. വലിയ ഭാഗ്യമാണ്. അതെ, വലിയ ഭാഗ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. എന്താണ് പേര്? എവിടെ നിന്ന് വരുന്നു? അമൽ. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ പാല, കോട്ടയം. എന്താണ് പേര്? ശ്രീന്തി, കൊല്ലത്തുനിന്നാണ്. പ്രധാനമന്ത്രി നിങ്ങളെല്ലാവരെയും ആശീർവദിച്ചു. എങ്ങനെയായിരുന്നു ചടങ്ങുകളൊക്കെ? ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റി. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റി. അതിനുശേഷമാണ് തങ്ങൾ വിവാഹത്തിലേക്ക്? അതെ അതെ, അതിനുശേഷമാണ് താലികെട്ടിപ്പം നടന്നത്. പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു ദമ്പതിമാർ അവരുടെ വിവാഹത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമായി തന്നെ അവർ ഇതിനെ കാണുന്നു എന്നതാണ്. ആ വിവാഹത്തിനൊക്കെ ശേഷം ആ ദമ്പതിമാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി കൊടിമരച്ചോട്ടിലേക്ക് വരികയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് വിവാഹത്തിന് ശേഷം ആ ദമ്പതിമാർക്ക് ഗുരുവായൂരിൽ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിഴക്കേ നടയിൽ നിന്നുകൊണ്ട് ഭഗവാനെ ദർശിച്ച് മടങ്ങാൻ കഴിയും. അത്തരത്തിൽ ആ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ മുഹൂർത്തമാണ്. അവർ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ മോഡിയുടെ ആരാധകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു സാന്നിധ്യം ഈ സമയത്ത് ഇവിടെ ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യമാണ് ആ ദമ്പതികൾ പ്രകടിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂരിൽ വീണ്ടും വിവാഹങ്ങൾ ഒരു ചെറിയ സമയത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് 65 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ രാവിലെ 5 മണി മുതൽ 6 മണി വരെ 18 വിവാഹങ്ങൾ നടന്നിരുന്നു. ഇനി ഏതാണ്ട് 40ഓളം വിവാഹങ്ങൾ കൂടി നടക്കാനുണ്ട്. 4 മണ്ഡപങ്ങളാണ് ഗുരുവായൂരിലുള്ളത്. ആ 4 മണ്ഡപങ്ങളിൽ ഒരേ സമയം വിവാഹം നടക്കും. ഗുരുവായൂരിലെ വിവാഹങ്ങളൊക്കെ തന്നെ ഒരു വഴിപാടായി നടത്തുന്നതാണ്. അതായത് അച്ഛനമ്മമാർ ഗുരുവായൂരിൽ വെച്ച് തങ്ങളുടെ മക്കളെ വിവാഹം നടത്താമെന്ന് നേർച്ച നേർന്ന് ആ വഴിപാടായി നടത്തുന്ന വിവാഹങ്ങളാണ് കൂടുതലുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷം നടക്കുന്ന പല വിവാഹങ്ങളുമാണ് ഗുരുവായൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുഹൂർത്തം തന്നെയാണ് ഈ ഗുരുവായൂരിലുള്ള വിവാഹങ്ങളൊക്കെ തന്നെ. അതിനുവേണ്ടി ചുരുങ്ങിയ സമയം മാത്രമേ ദമ്പതികൾക്കൊക്കെ കിട്ടുള്ളൂ. ഈ മണ്ഡപത്തിലൊക്കെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ച് വേഗത്തിൽ അവർ മടങ്ങേണ്ടി വരും. കാരണം അത്രയധികം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിവാഹം നടക്കുന്ന ദമ്പതിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു അഭിമാനത്തിലാണ് പലരും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. ശരി ലിഷു, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു കാര്യം തന്നെയാണ് വിവാഹത്തിലേക്ക് കടക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അപ്പോൾ ആ ഒരു സമയം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാകുമ്പോൾ അതിന് മധുരം കൂടും, അതിന് ഓർമ്മയുടെ മാധുര്യം കൂടും. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഭാഗ്യയ്ക്കൊപ്പം തന്നെ ആശീർവാദം ലഭിച്ച അവരെല്ലാം വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളും ഒക്കെ തന്നെയായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗ്യയുടെ വിവാഹ സമയത്ത് പ്രധാനമന്ത്രി വേദിയിലെത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു മാതൃഭൂമി ന്യൂസിലൂടെ. ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുത്തതിനു ശേഷം വിശേഷാൽ പൂജകളിലൊക്കെ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം തിരികെ തൃപ്രയാറിലേക്ക് മടങ്ങി. ഹെലികോപ്റ്റർ മാർഗം വലപ്പാട്ടേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിലാണ്
ഹെലിപ്പാഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തും. അവിടെ ചരിത്ര പ്രസിദ്ധമായ മീനൂട്ടിലടക്കം അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളില്ല, പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കേരളക്കര ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന, ഏറെ പ്രാധാന്യത്തോടെ കാത്തിരുന്ന ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, അതിനൊക്കെ ശേഷം താരപുത്രി അങ്ങനെ സുമംഗലിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള കാർമ്മികത്വത്തിലായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത്. അദ്ദേഹമാണ് താലി കയ്യിലെടുത്ത് നൽകിയത്. അതിനുശേഷം വധൂവരന്മാരെ ആശംസിച്ചതിനും ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഒപ്പം തന്നെ വേദിക്ക് പുറത്ത് വമ്പൻ താരനിരയാണ് ഭാഗ്യയെയും ശ്രേയസിനെയും നേരിട്ട് ആശീർവദിക്കാൻ എത്തിയത്, അനുഗ്രഹിക്കാനായി എത്തിയത്. മലയാള സിനിമയിലെ താരരാജാക്കന്മാർ, സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ കുടുംബസമേതം, ജയറാം കുടുംബസമേതം, ദിലീപ്, ഷാജി കൈലാസ്, ആനി, നിർമ്മാതാവ് സുരേഷ് കുമാർ, മേനക അടക്കം നടി ഖുശ്ബു അടക്കം വലിയ താരനിരയാണ് ഭാഗ്യയും ശ്രേയസിനെയും ആശീർവദിക്കാനായി എത്തിയത്. പ്രധാനമന്ത്രി വേദി വിട്ടിറങ്ങിയതിനു ശേഷം 30 നേരത്തെ ക്ഷണം ലഭിച്ചിരുന്ന 30 വധൂവരന്മാരെ ഇന്ന് ക്ഷേത്രനടയിൽ വെച്ച് സുമംഗലന്മാരായ കല്യാണം കഴിച്ച 30 വധൂവരന്മാരെ അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം വേദി വിട്ടത്, ക്ഷേത്രം വിട്ട് തിരികെ പോയത്. ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം വലപ്പാട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശന സമയത്തുള്ള ദൃശ്യങ്ങളാണ്, ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ വേദി വിട്ടതിനു ശേഷം, അതായത് വിവാഹത്തിൽ നവദമ്പതികളെ ആശംസിച്ചതിനു ശേഷം പുറത്തിറങ്ങി അവിടെ നിന്നവരെയൊക്കെ അദ്ദേഹം വണങ്ങുന്നുണ്ട്. അവരുമായൊക്കെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ കൂടി അവരെയൊക്കെ വണങ്ങുന്നുണ്ട്. വധൂവരന്മാരെയൊക്കെ ആശംസിച്ച് ചെറിയ രീതിയിൽ ഒരു കുശലാന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധി കടന്നുപോയത് അല്പം മുൻപ് വരെ. ഇപ്പോൾ വീണ്ടും അവിടെ വിവാഹ ചടങ്ങുകളൊക്കെ പുനരാരംഭിച്ചിരിക്കുന്നു. സമയക്രമത്തിൽ വന്ന ചെറിയൊരു മാറ്റം കാരണം കല്യാണങ്ങൾ കുറച്ച് ഒന്ന് വൈകിയിരുന്നു. മറ്റ് കല്യാണങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഭക്തരെയൊക്കെ ക്ഷേത്ര ദർശനത്തിനായി കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം വീണ്ടും സാധാരണ നിലയിലേക്ക് പോകുന്നു, സാധാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാമത്തെ കേരള ക്ഷേത്ര സന്ദർശനമാണ് ഇത്. കാരണം 2008 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം ആദ്യമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത്. അതിനുശേഷം 2019 അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ ക്ഷേത്ര ദർശനം നടത്തി. പിന്നീട് ഇപ്പോഴും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. വിവാഹ ചടങ്ങിന് പുറമെ തൃശ്ശൂർ എന്ന് പറയുന്നത് BJP ഏറെ ലക്ഷ്യം വയ്ക്കുന്ന അവരുടെ ഒരു പ്രസ്റ്റീജ് മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്നു, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി അതിനൊക്കെ മുന്നോടിയായാണ് ഇപ്പോൾ തൃശ്ശൂരിലെത്തി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്.